നമസ്കാരം. എജുദ്രസിന്റെ റാങ്ക് മേക്കിംഗ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സീരീസിലെ 5ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അത് കാണാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള മറ്റു പ്ലേലിസ്റ്റുകളിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പല ക്ലാസ്സുകളുമുണ്ട്, അതെല്ലാം കാണുക. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ വരുന്നവർക്ക് ദിവസവും ഫ്രീ ആയി ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും. സിലബസ് അനുസൃതമായി എല്ലാ സബ്ജക്റ്റുകളിലെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. കൂടാതെ ദിവസവും ക്വിസുകൾ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The idiom black sheep means fortunate, bad reputation, not a good person among the group, find a fault with. ഉത്തരം not a good person among the group. Black sheep, വെള്ള ആടുകളുടെ ഇടയിൽ ഒരു കറുത്ത കളറിലുള്ള ആട് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരുടെ ഇടയിൽ ഒരു ബാഡ് പേഴ്സൺ. The meaning of the idiom parish pumps is charity, local politics, sacred offerings, state of alarm. ഉത്തരം ലോക്കൽ പൊളിറ്റിക്സ് ആണ്. ഇവിടെ നിങ്ങൾ ആ വെള്ളിമുങ്ങ സിനിമയിലെ ഒരു സീൻ ഓർത്താൽ മതി. അതിലെ നായകനെ ജയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പള്ളി വികാരി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ആ ഒരു സീൻ ഓർത്താൽ മതി. എന്ന് പറഞ്ഞാൽ ചെറിയ ലോക്കൽ പൊളിറ്റിക്സിൽ പള്ളികൾ ഇടപെടുന്നതും അല്ലെങ്കിൽ അവർക്കുള്ള ഇൻഫ്ലുവൻസ് അങ്ങനെ ഓർത്താൽ ഈ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാം. പാരിഷ് എന്ന് പറഞ്ഞാൽ പള്ളിയുമായി ബന്ധപ്പെട്ട വാക്കാണല്ലോ. പാരിഷ് പംസ് എന്നാൽ ലോക്കൽ പൊളിറ്റിക്സ്. Choose the correct idiom to fill the blank in the sentence. It is midnight, time to dash. Nip in the bud, rest on one's laurels, hit the sack, take a back seat. ഉത്തരം hit the sack. സാക്ക് എന്നാൽ ചാക്ക് എന്നുണ്ട്. അപ്പോൾ മിഡ് നൈറ്റ് ആയാൽ ചാക്കിലേക്ക് ചാടി വീഴുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കിടക്കുക എന്നുള്ളതാണ്. പാതിരാത്രിയായി, ടൈം ടു ഹിറ്റ് ദി സാക്ക്, ഉറങ്ങാൻ പോകേണ്ട സമയമായി, ചാക്കിലേക്ക് മറിയേണ്ട സമയമായി, ബെഡിലേക്ക് മറിയേണ്ട സമയമായി. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നിപ്പ് ഇൻ ദ ബെഡ് എന്നാൽ മുളയിലെ നുള്ളുക എന്ന് നമ്മൾ പറയാറുണ്ട്. റെസ്റ്റ് ഓൺ വൺ ലോറൽസ് എന്നാൽ ഒരാളുടെ ഹിസ്റ്ററിയിൽ, അയാളുടെ പാസ്റ്റിൽ അഭിരമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ അത് ഓർത്ത് മാത്രം ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നു, അതാണ് റെസ്റ്റ് ഓൺ വൺസ് ലോറൽസ്. ടേക്ക് എ ബാക്ക് സീറ്റ് എന്നാൽ ഒരു കാര്യത്തിൽ ആക്റ്റീവായി പങ്കെടുക്കാതിരിക്കുക, ബാക്ക് സീറ്റിലിരുന്ന് ഒരു കാഴ്ചക്കാരനെ പോലെ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. യു കാൻ എക്സ്പെക്ട് എനി ഹെൽപ്പ് ഫ്രം ദിസ് ഡാഷ് മാൻ. സ്വീറ്റ് ഹാർട്ടഡ്, ബ്ലൈൻഡ് ഹാർട്ടഡ്, ചിക്കൻ ഹാർട്ടഡ്, സോഫ്റ്റ് ഹാർട്ടഡ്. ഉത്തരം ചിക്കൻ ഹാർട്ടഡ്. ചിക്കൻ ഹാർട്ടഡ് എന്നാൽ വളരെ ലോല ഹൃദയമുള്ള, പേടിയുള്ള എന്നൊക്കെ അർത്ഥമാണ്. യു കാൻ എക്സ്പെക്ട് എനി ഹെൽപ്പ് ഫ്രം ദിസ് ചിക്കൻ ഹാർട്ടഡ് മാൻ. ഇത്രയും ദുർബല ഹൃദയനായ, പേടിത്തൊണ്ടനായ ആളിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. My grandfather usually has 40 wings after lunch. The underlined words mean a short walk, a short sleep, read for a while, a short talk. ഉത്തരം എ ഷോർട്ട് സ്ലീപ്പ്. 40 വിങ്സ് എന്നാൽ ഷോർട്ട് സ്ലീപ്പ്, ചെറുമയക്കം, ഊണ് കഴിഞ്ഞിട്ട് ഒരു ചെറുമയക്കം ശീലമുണ്ട്. വിങ് എന്നാൽ കണ്ണ് അടയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കാം. 40 വിങ്സ് എന്നാൽ കുറച്ച് നേരത്തേക്ക്, ഒരു ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് ഉറങ്ങുക, മയങ്ങുക എന്നർത്ഥം. എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ മീൻസ് വെരി എഫിഷ്യൻറ്റ്, സ്യൂട്ടബിൾ, മിസ്ഫിറ്റ്, പെർഫെക്റ്റ്. ഉത്തരം മിസ്ഫിറ്റ്. ഒരു റൗണ്ട് ഹോളിലേക്ക് ചതുരത്തിലുള്ള ഒരു കട്ട, ഒരു ആപ്പ്, പെഗ് എന്നാൽ ഒരു ആപ്പ് എന്നർത്ഥത്തിലാണ്, ഒരു തടി കഷ്ണം. അപ്പോൾ വട്ടത്തിലുള്ള ഹോളിലേക്ക് ചതുരത്തിലുള്ള ആപ്പ് അടിച്ചു കയറ്റിയാൽ കയറില്ല, മിസ്ഫിറ്റ് ആണ്. എ റെഡ് ലെറ്റർ ഡേ മീൻസ് അൺഇമ്പോർട്ടൻറ്റ് ഡേ, എ വെരി ബ്യൂട്ടിഫുൾ ഡേ, എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ, എ ഹോളിഡേ. ഉത്തരം എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. ഇവിടെ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ കലണ്ടറിലുള്ള റെഡ് ലെറ്റർ ഓർക്കരുത്, അപ്പോൾ അത് ഹോളിഡേ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ദിവസം എന്നർത്ഥം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് ഓൾവേസ്, വെരി റയർലി, എവറി ഡേ, വൺസ് ഇൻ എ വീക്ക്. ഉത്തരം വെരി റയർലി ആണ്. ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി സംഭവിക്കുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ
വല്ലപ്പോഴും ഒരിക്കൽ എന്നർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. To turn deaf ear to means to agree, to disagree, to listen carefully, to refuse to listen. ഉത്തരം to refuse to listen ആണ്. ഇങ്ങനെ ചിന്തിക്കുക, നമ്മളെ 2 ചെവികളിൽ ഒരെണ്ണം കേൾക്കാത്തതും ഒരെണ്ണം കേൾക്കുന്നതുമാണ്. ഇപ്പോൾ ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ കേൾക്കാത്ത ചെവി കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ബോധപൂർവം നമ്മളത് കേൾക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ to refuse to listen ആണ്. Birds of a feather means people of similar character, birds of same feather, people of same area, flying birds. ഉത്തരം people of similar character എന്നുള്ളതാണ്. ബേർഡ്സ് ഓഫ് എ ഫെദർ എന്നുള്ളതിന് ബേർഡ്സ് ഓഫ് സെയിം ഫെദർ എന്നും പറയാറുണ്ട്. ഇവിടെ പക്ഷെ അതിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. പീപ്പിൾ ഓഫ് സിമിലർ ക്യാരക്ടർ, ഒരേ തൂവൽ പക്ഷികൾ എന്ന് നമ്മൾ മലയാളത്തിൽ അതിനെ പറയാറുള്ളതാണ്. ഒരേ കാറ്റഗറിയിൽപ്പെട്ടവർ, ഒരേ ഗ്രൂപ്പിൽപ്പെട്ടവർ. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ദിവസമുള്ള ഫ്രീ ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് സിലബസ് അനുസൃതമായി പ്രിപ്പയർ ചെയ്ത് സിസ്റ്റമാറ്റിക്കായി പഠിച്ചു മുന്നേറുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. നിങ്ങളുടെ PSC പ്രിപ്പറേഷൻ കുറെ കൂടി ഊർജിതമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ Unacademy എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയി തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഫ്രീ ആയി തന്നെ ലൈവ് ക്വിസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ കുറെ കൂടി സിസ്റ്റമാറ്റിക്കായി തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധി കോഴ്സുകളുടെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്ക് Unacademy Plus എന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. Unacademy Plusന്റെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും അനുസൃതമായി സിലബസ് ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിട്ടുള്ള അനവധി കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. കേരളത്തിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലാസ്സുകൾ ലൈവായി കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. ടെസ്റ്റ് സീരീസുകൾ ഒരുപാട് നിങ്ങൾക്ക് അതിൽ ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് Unacademy എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം EduThrust 10 എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ അൺലോക്ക് ചെയ്യുക. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേ കോഡ് EduThrust 10 എന്ന കോഡ് ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അവിടെ ലഭിക്കുന്നതാണ്. പ്ലസ് ക്ലാസ്സുകളുടെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അൺലിമിറ്റഡ് കോഴ്സ് മെറ്റീരിയൽസും ക്ലാസ്സസും ആക്സസ് ലഭിക്കും. അൺലിമിറ്റഡ് ആയി ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിനിടയിൽ തന്നെ എഡ്യൂക്കേറ്ററുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷയുടെ സിലബസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും മടിക്കണ്ട, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ Unacademy ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ. ബെസ്റ്റ് വിഷസ്.